ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ക്രീമി സീ ഫുഡ് ഡിഷാണ് പാൽക്കൊഞ്ച്. ഷെഫ് സ്റ്റൈലിൽ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് വീട്ടിൽ തന്നെ ഈസിയായി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചോപ്പ്ഡ് ഗാർലിക്, കറി ലീവ്സ്, ചില്ലി ഫ്ലേക്സ്, ലിറ്റിൽ കോക്കനട്ട് ഓയിൽ ഒക്കെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച പ്രോൺസ് ചേർത്ത് ഒരു 5 to 10 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടാക്കിയെടുക്കുക. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് ആഡ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ 3 to 4 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. ഓവർ കുക്ക് ചെയ്യരുത്, ഇല്ലെങ്കിൽ പ്രോൺസ് റബ്ബർ പോലെ ആകും. നൗ കുറച്ച് ചോപ്പ്ഡ് ഗ്രീൻ ചില്ലി, ചോപ്പ്ഡ് ഓണിയൻ, ഞാനിവിടെ ഷാലഡ്സ് ആണ് എടുത്തത്, ചെറിയ ഉള്ളി ആൻഡ് ചോപ്പ്ഡ് ഗാർലിക് കൂടെ ആഡ് ചെയ്ത് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ടൈമിൽ കുറച്ച് ക്രഷ്ഡ് പെപ്പർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നൗ കംസ് ദ മെയിൻ പാർട്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ ആക്കി എടുക്കാം. ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയില്ലേ, അതാണ് സാധനം. തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പാനിലേക്ക് ഒഴിച്ച് കുറച്ച് ചൂടായി കഴിഞ്ഞാൽ അത് വെർജിൻ കോക്കനട്ട് ഓയിലായി മാറും. ഫൈനലി കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ആകുന്നത് വരെ കുക്ക് ചെയ്യുക. ആദ്യം തേങ്ങാപ്പാൽ കുറച്ച് മാത്രം ആഡ് ചെയ്ത് നന്നായി വറ്റി വന്നു കഴിഞ്ഞാൽ മാത്രം ബാക്കിയുള്ള തേങ്ങാപ്പാൽ മുഴുവനായി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രേവി കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഷെഫ് പിള്ളെ റെസ്റ്റോറൻറ്റിൽ സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യുന്ന ഒരു ഡിഷാണ്. അത് ഗ്രേവി ഒന്നും ഇല്ലാതെ നോർമൽ പ്രോൺസ് മാത്രം കഴിക്കാൻ പറ്റുന്ന ഒരു രീതിക്കാണ് ഉണ്ടാവുക. ഇതിപ്പോ ഞാനിവിടെ ഗ്രേവി കുറച്ച് കൂടുതലാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് ഞാൻ രണ്ടാമത് ഒഴിച്ച തേങ്ങാപ്പാലിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറച്ചിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെയിം ടെക്സ്ചർ തന്നെ കിട്ടും. ഞാനിപ്പോ കുറച്ച് ഗ്രേവി വേണമെന്നുള്ളതുകൊണ്ട് മാത്രമാണ് കുറച്ച് അധികം ഒഴിച്ചത്. പക്ഷെ ടേസ്റ്റ് ഒരു ഡിഫറൻസും ഇല്ല, സെയിം ടേസ്റ്റ് ആണ്. അങ്ങനെ നമ്മുടെ ക്രീമി ഡെലീഷ്യസ് പാൽകൊഞ്ച് ഇവിടെ റെഡിയാണ്. ഇത് അപ്പം, പത്തിരി, ചപ്പാത്തി ഒക്കെ കൂടി സൂപ്പർ കോംബോ ആണ്. ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ റെസിപ്പീസ്.